പ്രിയമുള്ളവരെ, നമസ്കാരം. വ്യാസമഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ താരതമ്യം ചെയ്യുന്നത് ഒരു സങ്കീർണമായ പ്രശ്നമാണ്. വ്യാസമഹാഭാരതത്തെ അടിസ്ഥാനമാക്കി ഇന്ന് ഞാൻ ഭീമസേനനും ദുര്യോധനനും തമ്മിലുള്ള ഒരു താരതമ്യമാണ് അവതരിപ്പിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഭാരതീയ ഇതിഹാസമായ മഹാഭാരതം കേവലം ഒരു രാജവംശത്തിൻ്റെയോ യുദ്ധത്തിൻ്റെയോ കഥയല്ല. മറിച്ച് ധർമ്മം, നീതി, വ്യക്തിത്വ സംഘർഷങ്ങൾ, കർമ്മഫലങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ആവിഷ്കാരമാണ്. ഈ ഇതിഹാസത്തിലെ കേന്ദ്ര ബിന്ദു കുരുക്ഷേത്ര യുദ്ധമാണെങ്കിൽ ആ യുദ്ധത്തിന് കാരണമായ പ്രധാന വൈരുദ്ധ്യം പാണ്ഡവനായ ഭീമസേനനും കൗരവനായ ദുര്യോധനനും തമ്മിലുള്ളതാണ്. ഒരേ ദിവസം ജനിച്ചവരും ഒരേ ഗുരുക്കന്മാരിൽ നിന്ന് വിദ്യ അഭ്യസിച്ചവരും ഒരേ വംശത്തിൽപ്പെട്ടവരുമായ ഈ രണ്ട് കഥാപാത്രങ്ങൾ മഹാഭാരതത്തിലെ ദ്വന്ദ്വ വ്യക്തിത്വങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഈ വീഡിയോ ഭീമസേനന്റെയും ദുര്യോധനന്റെയും 3 പ്രധാന തലങ്ങൾ വിശകലനം ചെയ്യുന്നു. അവരുടെ മുൻജന്മം, അതായത് പൂർവജന്മം, മാനുഷിക നില, ദൈവിക നില എന്നിവയാണ് വിശകലനം ചെയ്യുന്നത്. ഈ 3 തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആരാണ് ശ്രേഷ്ഠൻ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. മാനുഷികമായ കഴിവുകൾ, ധാർമ്മികത, ഭരണപാടവം എന്നിവയും ദൈവികമായ അവതാര ലക്ഷ്യങ്ങൾ, മരണാനന്തര ജീവിതം എന്നിവയും ഈ പഠനത്തിൽ വിശദമായി പരിശോധിക്കുന്നു. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ കേവലം മനുഷ്യരല്ല, മറിച്ച് ദേവാസുരന്മാരുടെ അംശങ്ങളാണെന്ന് വ്യാസഭാരതം വ്യക്തമാക്കുന്നു. ഭീമന്റെയും ദുര്യോധനന്റെയും സ്വഭാവവിശേഷങ്ങൾ അവരുടെ മുൻ ജന്മവുമായി അല്ലെങ്കിൽ അവരുടെ അംശ അവതാരവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മഹാഭാരതത്തിലെ ആദ്യ പർവത്തിൽ ദുര്യോധനന്റെ ജനനത്തെക്കുറിച്ചും അവന്റെ ആത്മാവിൻ്റെ ഉറവിടത്തെക്കുറിച്ചും വ്യക്തമായ പരാമർശങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ് കലിയുടെ അംശാവതാരം. ദുര്യോധനൻ കലി എന്ന അസുരന്റെ അംശമായാണ് ജനിച്ചത്. ഇവിടെ കലി എന്നത് കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന കലിയുഗത്തിൻ്റെ ദേവത മാത്രമല്ല, അധർമ്മത്തിൻ്റെയും കലഹത്തിൻ്റെയും മൂർത്തിയാണ്. കലിയുടെ സ്വാധീനത്താലാണ് ദുര്യോധനനിൽ അസൂയ, കോപം, ധർമ്മത്തോടുള്ള വിമുഖത എന്നിവ സ്വാഭാവികമായി തന്നെ ഉണ്ടായിരുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിലൂടെ ഭൂമിയുടെ ഭാരം കുറയ്ക്കുക എന്നതായിരുന്നു അംശ അവതാരങ്ങളുടെ പ്രധാന ലക്ഷ്യം. മറ്റൊരു കഥയാണ് രാക്ഷസനായ സുശർമൻ. ചില പുരാണ കഥകളിലും നാടോടി ആഖ്യാനങ്ങളിലും ദുര്യോധനന്റെ മുൻ ജന്മത്തെക്കുറിച്ച് മറ്റൊരു പ്രധാന കഥ പ്രചാരത്തിലുണ്ട്. അതനുസരിച്ച് ദുര്യോധനൻ മുൻ ജന്മത്തിൽ സുശർമൻ എന്ന ശക്തനായ രാക്ഷസനായിരുന്നു. അധികാരമോഹിയും ക്രൂരനുമായിരുന്ന സുശർമൻ ലോകം കീഴടക്കാനുള്ള അത്യാഗ്രഹത്താൽ തപസ് ചെയ്യുകയും ഒടുവിൽ ദേവന്മാരാൽ വധിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അവന്റെ ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടായിരുന്നതിനാൽ അവൻ വീണ്ടും മനുഷ്യനായി ജനിക്കാൻ വിധിക്കപ്പെട്ടു. ആ ജന്മമാണ് ദുര്യോധനൻ. ഈ കഥയനുസരിച്ച് സുശർമന്റെ അധികാരത്തോടുള്ള അടങ്ങാത്ത ദാഹവും അസൂയയുമാണ് ദുര്യോധനനിലൂടെ പുനർജനിച്ചത്. ഇനി ദുര്യോധനന്റെ ശരീരത്തിനൊരു പ്രത്യേകതയുണ്ട്. ദുര്യോധനന്റെ ശരീരം ഇടിമിന്നലിനാൽ നിർമ്മിക്കപ്പെട്ടതാണെന്നും, അതായത് വജ്രത്താൽ നിർമ്മിക്കപ്പെട്ടതാണെന്നും, പ്രത്യേകിച്ച് അരയ്ക്ക് മുകളിലുള്ള ഭാഗം അതീവ ശക്തമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇത് ശിവന്റെയും പാർവതിയുടെയും വരദാനത്താലോ അല്ലെങ്കിൽ ഗാന്ധാരിയുടെ തപസ്സിനാലോ ലഭിച്ചതാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ കലിയുടെ അംശമായതിനാൽ അധർമ്മം അവന്റെ രക്തത്തിൽ അലിഞ്ഞുപോയിരുന്നു. ഇനി ഭീമനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വായുപുത്രനാണ്. കുന്തിദേവിക്ക് വായുദേവനിൽ നിന്നുണ്ടായ പുത്രനാണ് ഭീമൻ.
വായു എന്നത് ശക്തിയുടെയും ജീവന്റെയും പ്രതീകമാണ്. അതിനാൽ ഭീമനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. ധാരാളം ഭക്ഷണം കഴിക്കുന്നവൻ എന്ന പേരിലും വൃകോദരൻ എന്ന് വിളിക്കുന്നു. ഭീമന് ഹനുമാനുമായുള്ള ബന്ധവും ഇവിടെ ഒന്ന് പറയേണ്ടതാണ്. ഭീമൻ വായുവിൻ്റെ രണ്ടാമത്തെ അവതാരമാണെന്ന് ചില വ്യാഖ്യാനങ്ങൾ, പ്രത്യേകിച്ച് മധ്വാചാര്യരുടെ ദ്വൈത സിദ്ധാന്തത്തിൽ പറയുന്നുണ്ട്. ത്രേതായുഗത്തിൽ ഹനുമാനായും ദ്വാപരയുഗത്തിൽ ഭീമനായും കലിയുഗത്തിൽ മധ്വാചാര്യരായും വായുദേവൻ അവതരിച്ചുവെന്നാണ് വിശ്വാസം. ഭീമനും ഹനുമാനും സഹോദര സ്ഥാനീയരാണ്. വനവാസകാലത്ത് ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ, അതായത് സൗഗന്ധിക പുഷ്പം ഭീമൻ തേടിപ്പോയപ്പോഴുള്ള കൂടിക്കാഴ്ചയിൽ ഭീമന്റെ അഹങ്കാരം ഹനുമാൻ ശമിപ്പിക്കുന്നത് കാണാവുന്നതാണ്. പിന്നെ മരുത്തുക്കളുടെ അംശം എന്നൊരു വാദവുമുണ്ട്. ചില സന്ദർഭങ്ങളിൽ പാണ്ഡവരെ പൂർവ്വ ഇന്ദ്രന്മാരായോ അല്ലെങ്കിൽ മരുത്തുക്കളുടെ അല്ലെങ്കിൽ രുദ്രന്റെ ഗണങ്ങളിൽ പെടുന്നവരാണ് മരുത്തുക്കൾ എന്ന് പറയുന്ന അവരുടെ അംശമായോ ചിത്രീകരിക്കുന്നു. ഭീമന്റെ അസാമാന്യമായ കരുത്തും ശത്രുക്കളെ നശിപ്പിക്കാനുള്ള കഴിവും ഈ ദേവാംശത്തിൽ നിന്ന് ലഭിച്ചതാണ്. മാനുഷിക നില പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ പരിശോധിക്കുമ്പോൾ നന്മ തിന്മകളുടെ കേവലമായ വേർതിരിവിന് അപ്പുറം സങ്കീർണമായ രണ്ട് വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഒരേ പ്രായക്കാരായ ഇരുവരും കുട്ടിക്കാലം മുതൽക്കേ ശത്രുക്കളായിരുന്നു. ഇരുവരും ഒരേ ഗുരുക്കന്മാരിൽ നിന്നാണ്, അതായത് ദ്രോണർ, കൃപാചാര്യർ, ബലരാമൻ എന്നിവരിൽ നിന്നാണ് വിദ്യ അഭ്യസിച്ചത്. ഗദായുദ്ധത്തിൽ ഇരുവരും സമന്മാരായിരുന്നുവെങ്കിലും യുദ്ധശൈലിയിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. ഭീമന്റെ ശക്തി പാരമ്പര്യേതരവും പ്രകൃതിദത്തവുമാണ്. ജനിച്ചപ്പോൾ തന്നെ ഒരു കല്ലിൽ വീണ് തകർന്ന ചരിത്രം ഭീമനുണ്ട്. അതായത് കല്ല് തരിപ്പണമായിപ്പോയി. കുഞ്ഞായിരുന്ന സമയത്ത് കുന്തിയുടെ കയ്യിൽ നിന്നും വഴുതി വീണ്. കരുത്തെന്ന് പറഞ്ഞാൽ 10,000 ആനകളുടെ കരുത്താണ് ഭീമനുള്ളത്. കുട്ടിക്കാലത്ത് കൗരവരെ ഒറ്റയ്ക്ക് നേരിടാനും മരങ്ങൾ കുലുക്കി അവരെ താഴെയിടാനും ഭീമന് കഴിഞ്ഞിരുന്നു. ഇത് ഭീമന് വിഷം കൊടുത്ത് ദുര്യോധനൻ നദിയിൽ എറിഞ്ഞപ്പോൾ നാഗലോകത്ത് വെച്ച് കിട്ടിയ ഒരു വരമാണ് ഈ 10,000 ആനകളുടെ കരുത്ത് എന്നത്. യുദ്ധശൈലി നോക്കുകയാണെങ്കിൽ സാങ്കേതിക തികവിനേക്കാൾ കരുത്തിനും ആക്രമണത്തിനുമാണ് ഭീമൻ മുൻഗണന നൽകിയത്. ജരാസന്ധനെ പോലൊരു മഹാവീരനെ മല്ലയുദ്ധത്തിൽ വധിക്കാനും ഹിഡുംബൻ, ബഗൻ തുടങ്ങിയ രാക്ഷസന്മാരെ വെറും കൈകൊണ്ട് നേരിടാനും ഭീമന് സാധിച്ചു. കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവപ്പടയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് ഭീമസേനായിരുന്നു. 100 കൗരവന്മാരെയും വധിക്കുമെന്ന് ശപഥം ചെയ്യുകയും അത് നടപ്പാക്കുകയും ചെയ്തു. ദുശാസനന്റെ രക്തം കുടിച്ചത് ഭീമന്റെ രൗദ്രഭാവം വെളിപ്പെടുത്തുന്നു. എന്നാൽ ഈ യുദ്ധതന്ത്രങ്ങളും തികച്ചും വ്യത്യസ്തമായിരുന്നു ദുര്യോധനന്റെ യുദ്ധ സാങ്കേതിക തികവ്. ദുര്യോധനൻ കഠിനാധ്വാനിയായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഗദായുദ്ധത്തിൽ ബലരാമന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു അദ്ദേഹം. നൈപുണ്യം പരിശോധിച്ചാൽ ഭീമനേക്കാൾ സാങ്കേതിക തികവ് ദുര്യോധനുണ്ടായിരുന്നു എന്ന് മഹാഭാരതം പലയിടത്തും സാക്ഷ്യപ്പെടുത്തുന്നു. ഭീമൻ കരുത്തിൽ മുൻപിലാണെങ്കിൽ ദുര്യോധനൻ നൈപുണ്യത്തിൽ, അതായത് സ്കില്ലിൽ മുൻപിലാണെന്ന് കൃഷ്ണൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. അത് ദുര്യോധനൻ ഭീമനും തമ്മിലുള്ള അവസാന യുദ്ധത്തിൽ ഭീമന്റെ ഗദാപ്രയോഗത്തിൽ തുടക്കടിയേറ്റ് വീണ ദുര്യോധനനെ കണ്ട് കൃഷ്ണൻ പറഞ്ഞതാണ് ഈ ഒരു കാര്യം. പരിശീലനത്തിൽ മുൻപിലായിരുന്നു ദുര്യോധനൻ. പാണ്ഡവരുടെ 13 വർഷത്തെ വനവാസകാലത്ത് ദുര്യോധനൻ എല്ലാ ദിവസവും ഭീമന്റെ ഓരോ ഇരുമ്പ് പ്രതിമയുണ്ടാക്കി അതിൽ ഗദായുദ്ധം പരിശീലിച്ചിരുന്നു. ഭീമനെ വധിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഈ കഠിനാധ്വാനം ചെയ്തത്. ദുര്യോധനന്റെ ദൃഢനിശ്ചയത്തെയാണ് ഇത് കാണിക്കുന്നത്. അവസാന യുദ്ധവും അത്തരത്തിലായിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാനത്തിൽ നടന്ന ഗദായുദ്ധത്തിൽ ദുര്യോധനൻ ഭീമനേക്കാൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഭീമന്റെ കരുത്തിനെ തന്റെ ചടുലത കൊണ്ടും പ്രതിരോധം കൊണ്ടും ദുര്യോധനൻ നേരിട്ടു. ഒടുവിൽ
കൃഷ്ണന്റെ സൂചനയനുസരിച്ച് തുടയിൽ അടിച്ചാണ്, അത് അധർമ്മത്തിലൂടെ തന്നെയാണെന്ന് വ്യാസമഹാഭാരതത്തിൽ പറയുന്നുണ്ട്. വ്യാസൻ തന്നെ പറയുന്നുണ്ട് ഭീമൻ ദുര്യോധനനെ വീഴ്ത്തിയത്. ഇതൊന്ന് വിലയിരുത്തിയാൽ ഒരു പോരാളി എന്ന നിലയിൽ സാങ്കേതിക തികവിൽ ദുര്യോധനനും കരുത്തിലും സഹനശക്തിയിലും ഭീമനും മുൻപിൽ നിൽക്കുന്നു. ദുര്യോധനനെ കേവലം ഒരു വില്ലനായി മാത്രം കാണാതെ ഒരു ഭരണാധികാരി എന്ന നിലയിൽ വിലയിരുത്തുമ്പോൾ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ദുര്യോധനൻ ഒരു ജനപ്രിയനായ ഭരണാധികാരിയായിരുന്നുവോ? അതെ, പാണ്ഡവർ വനവാസം നടത്തിയ 13 വർഷക്കാലം ഹസ്തിനാപുരം ഭരിച്ചത് ദുര്യോധനനായിരുന്നു. അത് ധൃതരാഷ്ട്രരുടെ പേരിൽ. ഭരണമികവ് നോക്കിയാൽ ഈ കാലഘട്ടത്തിൽ രാജ്യം സമ്പദ്സമൃദ്ധമായിരുന്നുവെന്ന്, അതുപോലെ പ്രജകൾ സന്തുഷ്ടരായിരുന്നുവെന്നും ചില പരാമർശങ്ങളുണ്ട്. കർണനെ അംഗരാജാവാക്കിയതിലൂടെ ജാതി വ്യവസ്ഥയെ വെല്ലുവിളിക്കാനും കഴിവുള്ളവരെ അംഗീകരിക്കാനും ദുര്യോധനൻ കാണിച്ച മനസ്സ് അദ്ദേഹത്തിൻ്റെ ഭരണപാടവം കണക്കാക്കാം. അദ്ദേഹത്തിന് ഒരു ക്ഷേത്രമുള്ളത് മലനടയിലാണ്. ദക്ഷിണേന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ കൊല്ലം ജില്ലയിലുള്ള പോരുവഴി പെരുവിരുത്തി മലനട ക്ഷേത്രത്തിൽ ദുര്യോധനനെ ആരാധിക്കുന്നുണ്ട്. പാണ്ഡവരെ അന്വേഷിച്ചുള്ള യാത്രയിൽ ക്ഷീണിതനായ ദുര്യോധനന് ദാഹജലം നൽകിയ കുറവ സമുദായത്തിന് അദ്ദേഹം 100 കണക്കിന് ഏക്കർ ഭൂമി ദാനം ചെയ്തുവെന്നാണ് ഐതിഹ്യം. അവിടെ ജാതിമത ഭേദമന്യേ ദുര്യോധനനെ അപ്പുപ്പൻ ആയി ആരാധിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ദാനശീലത്തെയും പ്രജകളോടുള്ള കരുതലിനെയുമാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സൗഹൃദവും പേരുകേട്ടതാണ്. കർണനോടുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദം ലോക പ്രശസ്തമാണ്. കുലമേന്മയോ ജാതിയോ നോക്കാതെ ഒരു സ്നേഹിതനെ രാജാവാക്കിയ ദുര്യോധനന്റെ പ്രവൃത്തി മാനുഷിക മൂല്യങ്ങളിൽ അദ്ദേഹം ഊന്നിയതിൻ്റെ പ്രധാന തെളിവ് തന്നെയാണ് ഇത്. ഭീമൻ ഒരിക്കലും സ്വതന്ത്രമായി ഭരിച്ചിട്ടില്ല. മറിച്ച് യുധിഷ്ഠിരന്റെ വിശ്വസ്തനായ സേവകനും യുവരാജാവും ആയിരുന്നു. ഇന്ദ്രപ്രസ്ഥത്തിന്റെ നിർമ്മാണത്തിന് ശേഷം രാജസൂയ യാഗത്തിലായി കിഴക്കൻ ദിശയിലുള്ള രാജ്യങ്ങളെ കീഴടക്കിയത് ഭീമനായിരുന്നു. ജരാസന്ധനെ വധിച്ചതും ഭീമനാണ്. ശാന്തിപർവത്തിൽ പ്രധാനമായി പറയുന്നത് യുദ്ധത്തിനു ശേഷം യുധിഷ്ഠിരൻ ഭരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ ഖജനാവ്, സൈന്യം, നീതിന്യായം എന്നിവയുടെ ചുമതല ഭീമനായിരുന്നു. കർശനമായ നടപടികളിലൂടെ ക്രമസമാധാനം നിലനിർത്താൻ ഭീമന് കഴിഞ്ഞു. എന്നാൽ ഭീമന്റെ സമീപനം പലപ്പോഴും വൈകാരികവും എടുത്തുചാട്ടം നിറഞ്ഞതുമായിരുന്നു. ഭീമസേനന്റെ നിരന്തരമായുള്ള വാക്കുകൾ കൊണ്ടുള്ള ആക്രമണത്താലാണ് ജീവിതം മതിയാക്കി ഗാന്ധാരിയും ധൃതരാഷ്ട്രവും ഒപ്പം കുന്തിയും ചേർന്ന് വനവാസത്തിനായി പോയത്. ഇതൊന്ന് വിലയിരുത്തിയാൽ ഒരു ഭരണാധികാരി എന്ന നിലയിൽ ദുര്യോധനൻ കൂടുതൽ പുലർത്തിയിരുന്നു എന്ന് പറയാം. ഭീമൻ ഒരു മികച്ച സൈന്യാധിപനായിരുന്നു. ഇവിടെയാണ് ഇരുവരും തമ്മിലുള്ള അന്തരം ഏറ്റവും പ്രകടമാകുന്നത്. അതായത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഭീമൻ ധർമ്മത്തിൻ്റെ സംരക്ഷകൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിൽ പ്രധാനം ഭീമന്റെ കോപം എപ്പോഴും അനീതിക്കെതിരെയുള്ളതായിരുന്നു. കുടുംബസ്നേഹത്തെപ്പറ്റി നോക്കിയാൽ അമ്മയെയും സഹോദരങ്ങളെയും സംരക്ഷിക്കാൻ ഭീമൻ എപ്പോഴും മുന്നിലുണ്ടായിരുന്നു. അരക്കില്ലത്തിൽ നിന്ന് അവരെ രക്ഷിച്ചത് ഭീമനാണ്. പിന്നെ മറ്റൊന്നാണ് ദ്രൗപദിയോടുള്ള സ്നേഹം. ദ്രൗപദിയുടെ അപമാനത്തിന് പകരം ചോദിക്കാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചതും അതിനായി ശപഥം ചെയ്തതും ഭീമനാണ്. കീചകൻ ദ്രൗപദിയെ ഉപദ്രവിച്ചപ്പോൾ, അതായത് അജ്ഞാതവാസക്കാലത്ത് വിരാട നഗരത്തിൽ വെച്ച് ദ്രൗപദിയെ കീചകൻ ഉപദ്രവിച്ചപ്പോൾ യുധിഷ്ഠിരൻ ക്ഷമിക്കാൻ പറഞ്ഞെങ്കിലും ഭീമൻ കീചകനെ തന്ത്രത്തിൽ വധിച്ചു. ഒരു ഭർത്താവെന്ന നിലയിൽ ദ്രൗപദിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഭീമനായിരുന്നു എന്ന് മഹാപ്രസ്ഥാന സമയത്ത് യുധിഷ്ഠിരൻ പോലും സമ്മതിക്കുന്ന കാര്യമാണ്. സത്യസന്ധതയിലാണെങ്കിൽ ഭീമൻ ഉള്ളിലുള്ളത് തുറന്നു പറയുന്ന പ്രകൃതക്കാരനായിരുന്നു. കാപഠ്യം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ദുര്യോധനന്റെ പതനത്തിന് പ്രധാന കാരണം അസൂയ ആയിരുന്നു. അതായത് പാണ്ഡവരുടെ ഐശ്വര്യം കണ്ട് സഹിക്കാനാവാതെയാണ് ദുര്യോധനൻ ചോദ്യകളി ആസൂത്രണം ചെയ്തത്.
ഇന്ദ്രപ്രസ്ഥത്തിലെ മയസഭ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അസൂയമൊത്ത് രോഗം വന്നതായി തന്നെ സഭാപർവത്തിൽ വിവരിക്കുന്നുണ്ട്. മറ്റൊന്ന് അധർമ്മമാണ്. ഭീമനെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചതും അരക്കല്ലത്തിൽ തീയിട്ടതും പാഞ്ചാലിയെ സഭയിൽ വസ്ത്രാക്ഷേപം ചെയ്തതും ദുര്യോധനന്റെ ക്രൂരതകളാണ്. ഞാൻ ധർമ്മം എന്താണെന്ന് അറിയുന്നു, പക്ഷേ എനിക്കത് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ അധർമ്മം എന്താണെന്ന് അറിയുന്നു, പക്ഷേ എനിക്കതിൽ നിന്ന് പിന്മാറാൻ കഴിയുന്നില്ല എന്ന ദുര്യോധനന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ആന്തരിക സംഘർഷത്തെ കാണിക്കുന്നതാണ്. സൂചി കുത്താൻ പോലും ഇടം പാണ്ഡവർക്ക് കൊടുക്കില്ലെന്ന് നിലപാട് കുലനാശത്തിനാണ് കാരണമായത്. മാനുഷിക നിലയിലെ വിധി നോക്കിയാൽ ധാർമ്മികത, കുടുംബസ്നേഹം, നീതിബോധം എന്നിവയ്ക്ക് പരിഗണിക്കുമ്പോൾ ഭീമസേനൻ ശ്രേഷ്ഠനാണ്. എന്നാൽ സൗഹൃദം, ദാനശീലം, ഭരണപാടവം എന്നിവയിൽ ദുര്യോധനനും ചില ഗുണങ്ങൾ ഉണ്ടായിരുന്നു. മഹാഭാരതത്തിന്റെ അവസാനം, അതായത് ആരോഹണവും മരണാനന്തരവും ഒക്കെ ചിന്തിക്കുമ്പോൾ മഹാഭാരതത്തിന്റെ അവസാന പർവ്വത്തിൽ, അതായത് മഹാപ്രസ്ഥാനിക പർവ്വതത്തിൽ, സ്വർഗാരോഹണ പർവ്വതത്തിൽ കഥാപാത്രങ്ങളുടെ അന്ത്യം വിവരിക്കുന്നത് അപ്രതീക്ഷിതമായ രീതിയിലാണ്. ഇത് ദൈവിക നിലയിലുള്ള താരതമ്യത്തിന് വഴി തുറക്കുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം യുധിഷ്ഠിരൻ മഹാപ്രസ്ഥാന സമയത്ത് സ്വർഗത്തിലെത്തുമ്പോൾ അവിടെ ഒരു സിംഹാസനത്തിൽ തിളങ്ങി നിൽക്കുന്ന ദുര്യോധനനെ കാണുന്നു. ഇത് യുധിഷ്ഠിരനെ കോപാകുലനാക്കുന്നു. ഇതിന് നാരദമുനി നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. ഒന്ന്, ക്ഷത്രിയധർമ്മമാണ്. ദുര്യോധനൻ ഒരു തികഞ്ഞ ക്ഷത്രിയനെ പോലെ യുദ്ധം ചെയ്ത് വീരമൃത്യു വരിച്ചു എന്നതാണ് ദുര്യോധനൻ. ഭീരുവിനെ പോലെ പിന്മാറുകയോ മാപ്പ് അപേക്ഷിക്കുകയോ ചെയ്തില്ല. യുദ്ധക്കളത്തിൽ മരിക്കുന്നവർക്ക് വീരസ്വർഗം ലഭിക്കും എന്നതാണ് വിധി. രണ്ടാമത്തേത് നന്മകൾക്കുള്ള പ്രതിഫലമാണ്. ദുര്യോധനൻ ചെയ്ത ചില നല്ല കാര്യങ്ങളുടെ, അതായത് ദാനം, ഭരണം, സൗഹൃദം എന്നിവയുടെ ഫലമായിട്ടാണ് അദ്ദേഹം സ്വർഗത്തിലെത്തിയത്. എന്നാൽ അത് താൽക്കാലികമാണെന്നും പിന്നീട് നരകവാസം അനുഭവിക്കേണ്ടി വരുമെന്നും ചില വ്യാഖ്യാനങ്ങളുണ്ട്. അതായത് പാപങ്ങൾക്കുള്ള ശിക്ഷ പിന്നീട് ലഭിക്കും. പിന്നീടാണ് ദൈവിക പദ്ധതി ഇതിനകത്തുള്ളത്. മൂന്നാമത്തെ കാര്യം, കലിയുടെ അംശമായ ദുര്യോധനൻ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി, അതിനാൽ അദ്ദേഹം തൻ്റെ സ്ഥാനത്തേക്ക് മടങ്ങി എന്നുമാണ് നാരദമുനിയുടെ ഒരു വിവരണം. ഭീമന്റെ പതനം നോക്കിയാൽ പാണ്ഡവർ സ്വർഗത്തിലേക്ക് നടന്നു പോകുമ്പോൾ, അതായത് മഹാപ്രസ്ഥാന സമയത്ത് ഭീമൻ വഴിയിൽ വീണ് മരിക്കുന്നു. ഇതിന് യുധിഷ്ഠിരൻ നൽകുന്ന കാരണങ്ങൾ ഇവയാണ്. അതായത് ഭീമന്റെ മരിക്കുന്നതിന് മുൻപ് ഭീമൻ ദുര്യോധനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാരണങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, അമിത ഭക്ഷണമാണ്. ഭീമൻ അമിതമായി ഭക്ഷണം കഴിച്ചിരുന്നു. അതിനാലാണ് വൃകോദരൻ എന്ന പേര് വന്നത് തന്നെ. മറ്റുള്ളവരുടെ വിശപ്പിനെക്കുറിച്ച് ചിന്തിക്കാതെ സ്വന്തം വയർ നിറയ്ക്കുന്നതിൽ ശ്രദ്ധിച്ചു. രണ്ടാമത്തേതാണ് അഹങ്കാരം. തൻ്റെ കരുത്തിൽ ഭീമൻ അമിതമായി അഹങ്കരിച്ചിരുന്നു. താനാണ് ഏറ്റവും ശക്തൻ എന്ന ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ രണ്ട് കുറവുകൾ കാരണമാണ് ഭീമന് ശരീരത്തോടെ സ്വർഗത്തിൽ പോകാൻ കഴിയാതിരുന്നത്. എന്നാൽ മരണശേഷം ഭീമനും സ്വർഗത്തിലെത്തി തൻ്റെ പിതാവായ വായുദേവനിൽ ലയിച്ചു. ദൈവിക നിലയിൽ നോക്കുമ്പോൾ ഭീമൻ വായുവിൻ്റെ അംശമായതുകൊണ്ട് സ്വാഭാവികമായും ഉന്നതനാണ്. ദുര്യോധനൻ കലിയുടെ അംശമായതിനാൽ അധോഗതിയാണ് ഫലം. എന്നാൽ ക്ഷത്രിയധർമ്മത്തിന്റെ കാര്യത്തിൽ ദുര്യോധനൻ കാണിച്ച ധീരത അദ്ദേഹത്തിന് താൽക്കാലികമായെങ്കിലും സ്വർഗപ്രാപ്തി നൽകി. ആരാണ് ശ്രേഷ്ഠൻ എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റവാക്കിൽ ഉത്തരമില്ല. അത് ഏത് വീക്ഷണകോണിലൂടെ നോക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്നാമതായി, മാനുഷിക ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഭീമസേനനാണ് ശ്രേഷ്ഠൻ. കാരണം അദ്ദേഹം അനീതിക്കെതിരെ പോരാടി, കുടുംബത്തെ സംരക്ഷിച്ചു, സ്ത്രീകളെ ബഹുമാനിച്ചു. അദ്ദേഹത്തിന്റെ കോപം ധാർമ്മികമായിരുന്നു. ദുര്യോധനന്റെ പ്രവൃത്തികൾ സ്വാർത്ഥതയിലും അസൂയയിലും ഊന്നിയതായിരുന്നു. ഇനി ക്ഷത്രിയ വീര്യത്തിന്റെയും ഭരണത്തിന്റെയും അടിസ്ഥാനത്തിൽ നോക്കിയാൽ ദുര്യോധനന് മുൻതൂക്കമുണ്ട്. തോൽക്കുമെന്ന് ഉറപ്പായിട്ടും പോരാടാൻ ഉള്ള മനസ്സ്, സൗഹൃദത്തിനുള്ള വില, പ്രജകളോടുള്ള കരുതൽ എന്നിവ അദ്ദേഹത്തെ ഒരു മികച്ച നായകനാക്കുന്നു. ഇനി ദൈവികവും ആത്മീയവുമായ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഭീമസേനൻ നിസ്സംശയം ശ്രേഷ്ഠനാണ്. അദ്ദേഹം വായുപുത്രനും ധർമ്മത്തിന്റെ പക്ഷത്തുമാണ്.
ദുര്യോധനൻ കലിയുടെ അംശവും അധർമ്മത്തിന്റെ പ്രതീകവുമാണ്. ആത്യന്തികമായി മഹാഭാരതം നമ്മെ പഠിപ്പിക്കുന്നത് ആരും പൂർണ്ണമായും നല്ലവരോ ചീത്തയോ അല്ല എന്നാണ്. ഭീമനിൽ അഹങ്കാരവും അമിതഭക്ഷണവും ഉണ്ടായിരുന്നു. ദുര്യോധനിൽ വീരത്വവും ദാനശീലവും ഉണ്ടായിരുന്നു. എങ്കിലും ധർമ്മത്തിന്റെ തുലാസിൽ ഭീമസേനന്റെ തട്ടാണ് താഴ്ന്നു നിൽക്കുന്നത്. ഒന്ന് രത്നചുരുക്കമായി പറഞ്ഞാൽ, മുൻ ജന്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഭീമൻ വായുദേവന്റെ അംശവും ദുര്യോധനൻ കലി എന്ന അസുരന്റെ അംശവുമാണ്. മാനുഷിക നില നോക്കിയാൽ ഭീമൻ കരുത്തിലും സംരക്ഷണത്തിലും പ്രതീകമാണ്. ദുര്യോധനൻ സാങ്കേതിക തികവിന്റെയും അതേസമയം അസൂയയുടെയും പ്രതീകമാണ്. ദൈവിക നില നോക്കിയാൽ ഭീമൻ ധർമ്മത്തെ പ്രതിനിധീകരിക്കുന്നു, ദുര്യോധനൻ അധർമ്മത്തെയും. മരണശേഷം ദുര്യോധനൻ വീരസ്വർഗം പ്രാപിച്ചെങ്കിലും ശാശ്വതമായ ഉന്നതി പാണ്ഡവർക്കാണ് ലഭിച്ചത്. ഈ വീഡിയോ ഭീമസേനെയും ദുര്യോധനനെയും കുറിച്ചുള്ള പരമ്പരാഗത ധാരണകളെയും അപൂർവമായ അറിവുകളെയും കോർത്തിണക്കി തയ്യാറാക്കിയതാണ്. നന്ദി, നമസ്കാരം.